ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. സോ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ട്രേഡ് ഇവിടെ റണ്ണിങ് ആണ്, ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 9:32 ട്രേഡ് എടുത്തത്. എക്സിക്യൂട്ടഡിൽ പോവുകയാണെങ്കിൽ 9:32 ട്രേഡ് എടുത്തത്. 38.4 നമുക്ക് എൻട്രി കിട്ടിയത്. 38.4 എന്ന് പറഞ്ഞാൽ ഇതാണ് 24,200 പുട്ട് ഓപ്ഷനാണ്. സോ അതിൽ ട്രേഡ് എടുത്തു. SL 6 പോയിൻ്റാണ്. 6 പോയിൻ്റ് തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ട്. SL ജസ്റ്റ് മിസ്സായിട്ട് മാർക്കറ്റ് മേലേക്ക് കയറി, അല്ല മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നിഫ്റ്റി മേലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ എൻട്രി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ 9:32 ഈ ഒരു ക്യാൻഡിലാണ് ട്രേഡ് എടുത്തത്. ആ ക്യാൻഡിലിൻ്റെ ഹൈ ഒന്നും കൂടെ മാർക്കറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഡേലോ ആണ്. ഡേലോ എത്തുന്ന സമയത്ത് എത്ര പോയിൻ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. ഇതിലൊരു 63 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ പ്രീമിയത്തിൽ 30 പോയിൻറ്റ്സ് കിട്ടുമായിരിക്കുമെന്ന് വിചാരിക്കാം. അതല്ല, ഇവിടുന്ന് മേലേക്ക് തന്നെ കയറി പോവുകയാണെങ്കിൽ നമുക്ക് SL അടിക്കും. ഓക്കെ, സോ ഈ എൻട്രഡ് കളേഴ്സ് എന്ന ലിക്വിഡിറ്റി തന്നെയാണ്. ഇന്നത്തെ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡാണിത്. ഇന്നത്തെ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഇതാണ്. അതിൻ്റെ ഹൈ സെക്കൻഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത്. സോ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മേലെ വന്ന് അതിൻ്റെ ഒരു ഹൈ എന്ന് പറഞ്ഞ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. ആ ഹൈ ടാപ്പ് ചെയ്ത സമയത്ത് ആണ് ഹൈ ടാപ്പ് ചെയ്തതിന് ശേഷം 1 മിനിറ്റിൽ നോക്കിയിട്ടാണ് ഞാൻ ഒരു ട്രേഡ് എടുത്തത്. പിന്നെ 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ പ്രീവിയസ് ഡേ ലോയും മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രീവിയസ് ഡേ ലോ ടാപ്പ് ചെയ്തു. അതിനുശേഷം മേലെ വന്നിട്ട് ഇന്നത്തെ 5 മിനിറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഹൈ എടുത്തു. ആ ഹൈ എടുത്തതിന് ശേഷമാണ് ഒരു ട്രേഡ് കൺസിഡർ ചെയ്തത്. സോ നമുക്ക് നോക്കി നോക്കാം. ഇന്ന് നമ്മളെ ചലഞ്ചിൻ്റെ ഡേ 17 ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളെ ചലഞ്ചിൻ്റെ ഡേ 17 ആണ്. 24, 25 ആണെന്ന്. 25th ഓഗസ്റ്റ് 26 നമ്മളെ 30ാമത്തെ ട്രേഡാണ്. സ്ട്രൈക്ക് 24,200 പുട്ട് ഓപ്ഷനാണ്. 24,200 പുട്ട് ഓപ്ഷൻ. എൻട്രി ടൈം 9:32. എക്സിറ്റ് ആയില്ല. എക്സിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിൽ നമ്മളൊരു 19% ലോസിലാണ്. ഓൾമോസ്റ്റ് 20% ലോസിലാണ്. 39,000 40,000 40,000 രൂപ ലോസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിലും മൊത്തത്തിൽ റിക്കവർ ആവുന്നില്ല, ചെറിയ രീതിയിലേ പ്രോഫിറ്റിലേ വരുള്ളൂ. ഇതിന് ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റൺ ചെയ്യുന്ന ട്രേഡ് ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോസ് ഇനിയും കൂടും. ഒരു 44,000 അടുത്ത് ലോസ് വരും. ലെറ്റ്സ് സീ. പക്ഷേ എത്ര ലോസ് പോയാലും ശരി, ഈ ലോസ് ഇനി കൂടിക്കൂടി എത്ര ആവുകയാണെങ്കിലും ശരി, ഞാൻ പ്ലാൻ ചെയ്തതിലും കൂടുതലല്ലെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ലോസിലേക്ക് ഒരിക്കലും അത് പോകില്ല. ഇതൊക്കെ പ്ലാൻഡ് ലോസാണ്, കംപ്ലീറ്റ്ലി അണ്ടർ മൈ കൺട്രോളാണ്. ഓക്കെ, സോ 7,900 8,000 ഒക്കെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമുക്കൊക്കെ ഡേലോ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാം. അതല്ല, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ബാക്കി അങ്ങോട്ടുള്ളത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം, ട്രേഡ് എന്താവുമെന്നുള്ളത്. ഇന്ന് ഓക്കെ, ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം, നമുക്ക് നോക്കാം. സോ
നമ്മളെ ട്രേഡ് ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേലോൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഡേലോ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. പ്രീമിയം 30 പോയിൻറ്റ്സിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞടിക്കുന്നുണ്ട്. ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് ബ്രേക്ക് ചെയ്താലും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ വ്യൂവിനനുസരിച്ച് മിക്കവാറും മാർക്കറ്റ് താഴേക്ക് തന്നെ വരാനായിരിക്കും പ്രോബിലിറ്റി എന്നാണ് തോന്നുന്നത്. ബട്ട് ഇനി വെയിറ്റ് ചെയ്യുന്നില്ല. ഈ ഡേലോ ടാപ്പ് ചെയ്താൽ എന്തായാലും എക്സിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഇതിൻ്റെ പേരിൽ മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ശരിയില്ല. അല്ലെങ്കിൽ പിന്നെ ട്രയലൊക്കെ ചെയ്തുകൊണ്ട് പോകണം. പക്ഷേ ഓൾമോസ്റ്റ് 30 പോയിൻറ്റ്സ് 1:5 അടുത്ത് കിട്ടുന്നതുകൊണ്ട് പിന്നെ ട്രയലിങ്ങിലേക്കൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. കുറേ കാലത്തിന് ശേഷമാണ് ഒരു 30 പോയിൻറ്റ്സിലേക്ക് മാർക്കറ്റ് വരുന്നത്. എൻ്റെ ടാർഗറ്റ് അടിക്കുന്നതല്ല, മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് തന്നെ കുറേ കാലത്ത്. ഇന്നലെ അത്യാവശ്യം മൂവ്മെൻറ്റ് ഉണ്ടായിനി. അതല്ലെങ്കിൽ മാർക്കറ്റിൽ കുറേ ആയിട്ട് തീരെ മൂവ്മെൻറ്റ് ഇല്ല. CS മെത്തേഡ് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. തീരെ മൂവ്മെൻ്റ് ഇല്ല. പണ്ടൊക്കെ 50 പോയിൻറ്റ് 100 പോയിൻ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റാണ്. പക്ഷേ അതിനുശേഷം ഈ CS മെത്തേഡ് വന്നതിന് ശേഷം തീരെ പോകുന്നില്ല. 30 പോയിൻ്റാണ് ഞാൻ ആവറേജ് ടാർഗറ്റ് വെക്കാറ്. 50 പോയിൻറ്റ് 100 പോയിൻ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മാർക്കറ്റിൽ 30 പോയിൻറ്റ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. നമുക്ക് ഈസി ആയിട്ട് എടുത്ത് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ആകെ ഒരു 20 പോയിൻ്റൊക്കെ മാക്സിമം പോകുന്നുള്ളൂ. അപ്പോൾ 20 പോയിൻ്റൊക്കെ മാക്സിമം പോയി അത്രയും കൺസോൾട്ടേറ്റിംഗ് ആയി നിൽക്കുന്ന മാർക്കറ്റിൽ നമ്മൾ എത്ര ടിപ്പ് പോയി എടുത്താൽ പോലും ഒരു 30 പോയിൻറ്റ്സ് നമുക്ക് കിട്ടില്ല. സോ അങ്ങനത്തെ ഒരു മാർക്കറ്റ് ആണതിന് കുറച്ച് കാലമായിട്ട്. അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു ലോസിലാണ്. നമ്മൾ കാണിച്ചല്ലോ മറ്റേ ചലഞ്ചിൻ്റെ ജേണലും കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് കുറച്ച് കാലമായിട്ട് ചെറിയൊരു ലോസിലാണ്. ഈ ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ ടാർഗറ്റേ ഉള്ളൂ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 5000 4000 1:5 ഒന്നുമില്ല. 1:1 2 റേഞ്ചിലേക്ക് ഇതൊക്കെ ബ്രേക്ക് ഈവൺ ആണ്. ഇതൊക്കെ ഒന്നും ടാർഗറ്റ് നന്നായിട്ട് കൂട്ടാൻ പറ്റില്ല. സോ അങ്ങനെയാണ് കുറച്ചൊരു മാർക്കറ്റ്. ഇപ്പം അതിന് ചെറിയൊരു മൂവ്മെൻറ്റം പോലെയൊക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് കയറി SL അടിക്കുക അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇവിടുന്ന് ഇത്ര വരെ വന്നിട്ട് ഇവിടുന്ന് പോയി SL അടിക്കാനുള്ള. ബട്ട് ചിലപ്പോൾ അങ്ങനെ വരാം. അപ്പോൾ ഇത്ര വരെ വന്നതിൻ്റെ പേരിൽ നമ്മൾ ടാർഗറ്റ് കിട്ടി പ്രോഫിറ്റ് ആയി എന്നുള്ള രീതിക്ക് മനസ്സിൽ ഉറപ്പിച്ച് ഒരു ഇതാക്കരുത്. ഇത്ര പ്രോഫിറ്റ് കിട്ടി, ഇവിടെ എത്താണെങ്കിൽ 20,000 രൂപ പ്രോഫിറ്റ് കിട്ടും, അങ്ങനെയാണെങ്കിൽ ലോസ് ഇത്ര കുറയും ഓവറുള്ളത്. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യാതെ അഥവാ മേലേക്ക് തന്നെ കയറി പോവുകയാണെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ലോസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് അതെങ്ങനെയെങ്കിലും നമുക്ക് റിക്കവർ ചെയ്യണമെന്ന് തോന്നും. കാരണം ഇത്ര വരെ പ്രോഫിറ്റ് കണ്ടാണല്ലോ. ഇവിടെ അങ്ങനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രോഫിറ്റ് കൂടിക്കൂടി വരുന്നത്. 10,000 15,000 രൂപയൊക്കെ നമ്മളെ മുന്നിൽ ഇങ്ങനെ പ്രോഫിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് അത് തിരിച്ച് മേലേക്ക് കയറിപ്പോയി ആ പ്രോഫിറ്റ് അങ്ങനെ കുറഞ്ഞ് വരുന്നത് കാണുമ്പോൾ നമുക്ക് ഏതൊരു മനുഷ്യനായാലും ഓട്ടോമാറ്റിക്കായിട്ട് ഇമോഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഇമോഷൻ ഉണ്ടാകുന്ന സമയത്തും കാമായിട്ടിരിക്കാൻ പറ്റണം. ഇനി അഥവാ തിരിച്ച് കയറി പോവുകയാണെങ്കിലും ആ SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോട്ടെ എന്നുള്ള രീതിക്ക് അത് അങ്ങനെ തീരെ താങ്ങാൻ പറ്റുന്നില്ല. SL അടിക്കുകയാണെങ്കിൽ ആ ലോസ് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രയൽ ചെയ്ത് കൊണ്ടൊക്കെ ഒന്ന് കോസ്റ്റ് ഓസ്ലി കൊണ്ടൊക്കെ അല്ലെങ്കിൽ കുറച്ച് മേലെ കയറ്റി വെക്കുക. ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. സോ മാർക്കറ്റ് എന്ത് ബിഹേവ് ചെയ്താലും നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ട് വീണ്ടും കയറി പോകുന്നുണ്ട്. ശരിക്കും ഇപ്പോഴും ഫാസ്റ്റ് ഫോർവേഡ് തന്നെ അടിച്ച് കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു വരെ തന്നെ അടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീഡിയോ ഒക്കെ ഓണാക്കി പറയാമെന്ന് വെച്ചത്. നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കാം. ഇനിയും വീണ്ടും ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് എക്സിറ്റിനെ പറ്റി നോക്കാം. ഓക്കെ.
അങ്ങനെ വീണ്ടും മാർക്കറ്റ് നമ്മളെ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സോ ഇതിലെങ്കിലും ടാർഗറ്റ് അടിക്കുമായിരിക്കുമെന്ന് വിചാരിക്കാം. തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് വിൻഡോ ഒക്കെ റെഡിയാക്കി വെക്കാം. പ്രീമിയത്തിൽ 30 പോയിൻറ്റ്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്. സ്പോട്ട് ചാർട്ടിൽ ഒരു പൊടിക്ക് കൂടെ ഒന്ന് കയറാനുണ്ട്. എന്തായാലും ഡയലോ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിറ്റ് ആവുള്ളൂ. നിഫ്റ്റിൻ്റെ ചാർട്ടിലും ഡയലോ ടാപ്പ് ചെയ്തില്ലല്ലോ. $24,128.85 സെയിം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വീണ്ടും തൊട്ടടുത്ത് വരെ വന്നിട്ട് പ്രീമിയം അതാ തിരിച്ചിറങ്ങുന്നു. ഇതൊക്കെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി ഇങ്ങനെ അപ്പം ഇങ്ങോട്ട് എക്സിറ്റ് ചെയ്യാൻ വിചാരിച്ച് വന്നതാണ്. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് അവിടെ തന്നെ നിന്ന് കളിക്കുകയാണ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ടി വരും. കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ വീണ്ടും മൂന്നാമത്തെ വട്ടം ട്രേഡ് നമ്മളെ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു വട്ടം ഇതുവരെ വന്നു, വീണ്ടും അതിൻ്റെ ലോ സ്വീപ്പ് ചെയ്തു, ബട്ട് ഡേലോ അടിച്ചില്ല. വീണ്ടും താഴേക്ക് വരുന്നുണ്ട്. ഇതിലെങ്കിലും ഡേലോ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാമായിരുന്നു. നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരുപാട് നേരം ഡേലോൻ്റെ തൊട്ടടുത്ത് നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ അടുത്ത് വന്ന് ഒരുപാട് ടൈം ബ്രേക്ക് ഔട്ട് തരാതെ അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹ്യൂജ് മൊമെൻ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. വീണ്ടും അതിൻ്റെ ഇത്ര അടുത്ത് വരെ വന്നു, ബട്ട് ടാപ്പ് ചെയ്തില്ല. ഇപ്പോൾ ഫോം ചെയ്യുന്നൊരു ക്യാൻഡലിൻ്റെ ലോ എന്ന് പറഞ്ഞത് 24,129.7, ഇത് 128.85. 29.7ഉം 28.85 ഒരു പോയിന്റ് പോലില്ല, അതിലും കുറവാണ്. അത്രയും അടുത്ത് വരെ വന്നിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. സ്റ്റിൽ നമ്മൾ കാമായിട്ടിരിക്കുന്നു, എക്സിറ്റ് ചെയ്തിട്ടില്ല, വെയിറ്റ് ചെയ്തിരിക്കുന്നു. നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. പ്രീമിയം കുഴപ്പമില്ല. ഓക്കെ, സോ 17,972 ആണ് നമുക്ക് ആ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടിയത്.
ഈ ഒരു ക്യാൻഡിലാണ് എക്സിറ്റ് ആയത്. ഈ ഒരു ക്യാൻഡിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ട്രേഡായിരുന്നു. ഈ ഒരു ഏരിയ നമ്മൾ ട്രേഡ് എടുത്തു. ഡേയിലാണ് ടാർഗറ്റ് വെച്ചത്. ഡേയിലോ ടാപ്പ് ചെയ്തു, നമ്മൾ എക്സിറ്റ് ചെയ്തു. ഓക്കെ, എക്സിറ്റിൻ്റെ ടൈം 10:20, 10:20 എക്സിറ്റ് ആയത്. PNL നോക്കുകയാണെങ്കിൽ 17,972. 17,972. ഇതിപ്പോൾ 19% ലോസിലാണ്. 20% ലോസിലുള്ള സാധനമാണ്. അതിൽ നമ്മൾ പ്രോഫിറ്റ് 17,972. 17,972 ഒരൊറ്റ പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതൊരു പ്രോപ്പർ ടാർഗറ്റ് ആണെന്ന് പറയാം. ഒരു പ്രോപ്പർ ടാർഗറ്റ് ആഡ് ചെയ്തപ്പോഴേക്ക് ലോസ് 10%-ലെത്തി. 20% ഉണ്ടായിരുന്ന ലോസ് 10%-ലേക്ക് കുറഞ്ഞു. ഒരൊറ്റ ടാർഗറ്റ് അടിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ടാർഗറ്റും കൂടെ അടിക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഈവൺ എത്തും. ഇതാണ് ഞാൻ ഈ സംഭവം തുടങ്ങുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയി ലോസ് അങ്ങനെ അടിച്ചു വരുന്ന ടൈമിൽ ഈ ചലഞ്ചിലുടനീളം പറയുന്നൊരു സംഭവമാണ്. പ്രോപ്പറായിട്ടുള്ള 1-2 ടാർഗറ്റ് അടിച്ചാൽ മതി, ഇത് കവറായി പോകുന്നുള്ളൂ. ഇനി ഇതിൽ ലോസ് ഇനിയും കൂടിയാലും കുഴപ്പമില്ല, 1-2 ടാർഗറ്റ് മതി കവർ ചെയ്ത് വരാൻ. അത് മാർക്കറ്റ് തരും. ഇനിയും ദിവസങ്ങൾ കുറേ ഉണ്ടല്ലോ, എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ തരും. ആ ടൈം മൊത്തം റിക്കവറായി വരും. ഓക്കെ, ഇപ്പോൾ ആകെ ലോസ് 21,000 ഉള്ളൂ. പിന്നെ ഇന്നിനി ഏതായാലും വേറെ ട്രേഡ്സ് ഒന്നുമില്ല. എൻ്റെ റൂൾസിൽ ഞാൻ എഴുതി വെച്ചില്ല, പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. നല്ലൊരു ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് മിക്കവാറും ഞാൻ ട്രേഡ്സ് ഒന്നും എടുക്കില്ല, കുറവായിരിക്കുന്നു. സോ ഇന്നിനി ഏതായാലും വേറെ ട്രേഡ്സ് ഒന്നും എടുക്കില്ല. സമയമൊക്കെ 10:30 ആയിട്ടുള്ളൂ. 10:30 ആയപ്പോഴേക്കും ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, നിർത്തി. 17,000 രൂപ പ്രോഫിറ്റ് കിട്ടി, സ്റ്റോപ്പ് ചെയ്തു. ഡയലോ ടാപ്പ് ചെയ്ത് വീണ്ടും താഴേക്ക് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ, ഒന്ന് മാർക്കറ്റ് ഓവറോൾ ഡൗൺ ട്രെൻഡാണ്, അപ്പോൾ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡയലോൻ്റെ അടുത്ത് കുറേ നേരം തിരിഞ്ഞളിക്കുന്നുണ്ട്, താഴേക്ക് വരാൻ തന്നെയാണ് ചാൻസ്. പക്ഷേ ഇൻ കേസ് ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്, സോ ചിലപ്പോൾ വളരെ റയർ കേസിൽ അവിടുന്ന് തിരിഞ്ഞ് മേലേക്ക് കയറാനും പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെയുള്ളതുകൊണ്ട് അവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ്. അതല്ലാണ്ട് ട്രയലായിട്ടൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാം, പക്ഷേ ഞാൻ അതിന് നിൽക്കാറില്ല. ഓക്കെ, പിന്നെ കഴിഞ്ഞ ഏതോ 1-2 ദിവസം ട്രയൽ ചെയ്തിട്ടുണ്ടേന്, അത് ടാർഗറ്റ് അത്രയും വളരെ കുറവായതുകൊണ്ടാണ്. ഇതിപ്പോൾ 30 പോയിൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ടാർഗറ്റാണ്. ഓക്കെ, പിന്നെ എനിക്ക് ചെറിയ വയ്യായി ഉണ്ട്. കുറച്ച് ദിവസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ തീരെ വയ്യ എന്നുള്ളത്. അത് പിന്നെയും അധികമാക്കിയിട്ടുണ്ട്, തീരെ വയ്യ. പിന്നെ നാളെ ഓണമൊക്കെയാണ്, ഓണത്തിന് വീഡിയോ ചെയ്യാൻ കഴിയുമെന്നുള്ളത് അറിയില്ല, ട്രേഡ് എടുക്കാൻ കഴിയുമെന്നുള്ളത് തന്നെ അറിയില്ല. ഓരോ പരിപാടിയും തിരക്കൊക്കെ ആയിരിക്കും. സോ ഓണത്തിൻ്റെ തലേന്ന് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നിനി ഏതായാലും ട്രേഡ്സ് ഒന്നുമില്ല. നല്ലൊരു ടാർഗറ്റ് അടിച്ച സ്ഥിതിക്ക് ഇന്നിനി വേറെ ട്രേഡ്സ് ഒന്നും എടുക്കുന്നില്ല, ഇതേ ഉള്ളൂ. സോ നമ്മളെ ചലഞ്ച് ഇത്രയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. 17th ഡേ ആണ്, 30 days ചലഞ്ചാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.